വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും താത്ത വീട്ടിൽ വന്നതാണ് എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് ഉമ്മമാനെ കാണാൻ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ വണ്ടിയിൽ കയറി ഉടനെ തന്നെ ഇഷ്യൂ നല്ല ഉറക്കായി. സബിയും ചിപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ കൂടെ. അങ്ങനെ താ ഞങ്ങൾ ഉമ്മമ്മയുടെ വീട്ടിലെത്തി. മാമ്മയുടെ വീട്ടിലാണ് കേട്ടോ ഉമ്മമ്മ നിൽക്കണേ. ഉമ്മമ്മക്ക് രാവിലെ തന്നെ ഞങ്ങളെല്ലാവരെയും കാണണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചതായിരുന്നു മാമന്. രാവിലെ തന്നെ കുഞ്ഞിമ്മയും ഉമ്മയൊക്കെ വന്നിട്ടുണ്ടായിട്ടാ. ഞങ്ങളത് ഉച്ചയ്ക്ക് ശേഷം വന്ന് ഉമ്മമാനൊക്കെ കണ്ട് ഉമ്മമ്മക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. മക്കളെയും പേരക്കുട്ടികളെയും എല്ലാവരും കാണല്ലേ. ഇങ്ങനെ ഒരുമിച്ച് എപ്പോഴും കാണുന്നില്ലല്ലോ. അങ്ങനത്തെ ആ ഒരു സന്തോഷത്തിലായിരുന്നു. പിന്നെ അത് അവിടെ നല്ല അടിപൊളി പേരക്കൊക്കെ ഉണ്ടായിട്ടാണ്. ഒരു റോസ് കളറിലുള്ള പേരൊക്കെ ഉണ്ടല്ലോ, അതിന് ഭയങ്കര തല്ലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് തറവാട്ടിലേക്കാണ്. തറവാട്ടിൽ താഴെ മാമിയുണ്ട് കേട്ടോ. അപ്പോൾ കുറേ കാലമായി തറവാട്ടിലേക്കൊക്കെ പോയിട്ട്. പണ്ട് കാലങ്ങളിലൊക്കെ എപ്പോഴും വന്ന് നിൽക്കാറുള്ളതല്ലേ. പിന്നെ അവിടെ പോയി നോക്കുമ്പോൾ മാങ്ങ കണ്ടു മാങ്ങ കിട്ടാത്ത നാട്ടിൽ നിന്ന് വന്ന പോലത്തെ അവസ്ഥയെന്ന്. സത്യം പറഞ്ഞാൽ നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എല്ലാവരും കൂടി കഴിക്കുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണല്ലോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായേ. പിന്നെ നല്ല പുളിയായിട്ട് സഭയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല. അങ്ങനെ ഇതാ ഞങ്ങളിവിടെ മാമിനൊക്കെ വന്ന് കണ്ട് സംസാരിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ടായേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മാങ്ങൊക്കെ ഒരുമിച്ച് കഴിച്ചപ്പോൾ പിന്നെയും കഴിക്കാനുള്ളൊക്കെ ഒരു ആഗ്രഹം. അപ്പോൾ ചിപ്പു ഇനിയും മാങ്ങ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് പോയി നോക്കിയതാണ്. ആ പോയി നോക്കി അതേ സ്പോട്ടിൽ ഇങ്ങോട്ട് തന്നെ ഓടിയിട്ട റേസിങ് കൂടി പോയിട്ടുണ്ടായി. പാമ്പുണ്ടാവും എന്നുള്ള പേടിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നേ. അങ്ങനെ ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ടായേ. പിന്നെ ഇതാ ഈ ഒരു ഭാഗമാണ് കേട്ടോ, ഞങ്ങളിവിടെ ഈ തറവാട്ടിൻ്റെ കയ്യാല എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഭാഗമായിരുന്നു. നമുക്ക് ഭയങ്കര വെക്കേഷൻ സമയത്തൊക്കെ വന്ന് നിൽക്കാറില്ലേ അല്ലേ. അപ്പോൾ ഭയങ്കര ഫീലിങ്സൊക്കെ ആയിരുന്നു. ഇതൊക്കെ പിന്നെ ഇവിടുത്തെ ഒരു ടാങ്കിൽ നിറയെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ കുളിക്കണൊക്കെ ഭാഗമായിരുന്നേ. പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ട് വെള്ളം കോരിയിട്ട് കിണറും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ ആകെ ഇടിഞ്ഞ് ആകെയൊക്കെ മോശമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ മമ്മയുടെ വീട്ടിൽ നിന്ന് തിരിച്ചിട്ടുണ്ടായി. പിന്നെ സബിന അവളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. വരും വഴിക്ക് തന്നെ സെജിനെയും മക്കളെ എടുക്കാണ്ടായിരുന്നു. അങ്ങനെ അവളുടെ വീട്ടിൽ വന്ന് അവളെയും കൂടിയിട്ട് എടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയി പിന്നെ നല്ല വിശപ്പൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പൊറാട്ടയും ബീഫ് ചില്ലൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അതൊക്കെ കഴിച്ച് അങ്ങനെ എല്ലാവരും കിടന്നിട്ടുണ്ടായി. പിന്നെ ഒരു രാത്രിക്കായി നല്ല ടൈം ഒത്തിരി ലേറ്റായിട്ടുണ്ടായി. അപ്പോൾ അന്നേരം കറമേ പോകാമെന്ന് പറഞ്ഞിട്ട് റെസി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളെയും കൂട്ടി നമ്മൾ കറമേൽക്കൊക്കെ വന്നതായിരുന്നു. രാത്രി സമയം കാരണം ആരും ഉണ്ടായില്ല കേട്ടോ. പ്രത്യേക ശൂന്യമായൊരു ടൈം, നല്ല രസമുണ്ട് കാണാൻ. അങ്ങനത്തെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത്. പിന്നെ ഉപ്പിലിട്ടത് തിന്നാൽ നല്ല ആഗ്രഹം ഉണ്ടെന്ന് റെസി പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വഴിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. എവിടെ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും അതൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായി. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ.